പുൽപ്പാറ പ്രദേശവാസിയായ ഇബ്രാഹിമാണ് നമ്മോടൊപ്പം ചേരുന്നത്. ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തികളെല്ലാം അവസാന ഘട്ടത്തിലാണല്ലോ. ദുരിതബാധിതരെ ഈ പ്രദേശത്തേക്ക് വരുന്നത് താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് ഗവൺമെൻറ് ഒരുക്കുന്ന ഒരു ഭാഗമായിട്ടുള്ള ടൗൺഷിപ്പാണിത്. അപ്പം വീടില്ലാത്തവർക്ക് തലചായ്ക്ക എന്നുള്ളതാണ്. ഒരുപാട് നഷ്ടപ്പെട്ട് വരുന്നവരാണിത്. അവർ വരുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. അവരെ സ്വീകരിക്കാൻ തന്നെ ഞങ്ങൾ ഒരുങ്ങിയാണ്. കാരണം ഏതാണ്ട് ഇപ്പോൾ അടുത്ത മാസം മുതൽ ഇപ്പോൾ കൊടുക്കുമല്ലോ. അപ്പോൾ അവർ വരുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. അതിന് ഞങ്ങൾ എല്ലാ പിന്തുണയും ഞങ്ങൾക്ക് ഇവിടുത്തെ പ്രദേശവാസികൾ എന്നുള്ള നിലക്ക് എല്ലാ പിന്തുണയും ഞങ്ങൾ കൊടുക്കാൻ ഒരുക്കാണ്. വളരെ സന്തോഷത്തിലാണ്. ടൗൺഷിപ്പ് പ്രോജക്റ്റ് യാഥാർത്ഥ്യമായാൽ നാട്ടുകാർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാവുമെന്നാണ് താങ്കൾ കരുതുന്നത്? ഇവിടെ ഈ പ്രദേശവാസികൾ എന്നുള്ള നിലയ്ക്ക് ഇവിടെ ടൗൺഷിപ്പിൽ വരുന്ന ദുരിതബാധിതർക്ക് ഒരുക്കുന്ന എല്ലാ പദ്ധതികളും അവർക്ക് എന്തൊക്കെയാണ് കൊടുക്കുന്നത് വെച്ചാൽ അതും ഈ പ്രദേശവാസികളായ ഞങ്ങൾക്കും കിട്ടും എന്നാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്. അതിലാണ് ഞങ്ങൾക്കുള്ള അറിവുകളുള്ളത്. അതായത് കറണ്ടായാലും വെള്ളമായാലും മറ്റ് റോഡാണെങ്കിലും എല്ലാ സൗകര്യവും കൂടെ ഞങ്ങളിവിടുത്തെ താമസക്കാരെന്നുള്ള നിലക്ക് ഞങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങളിത് പറയുമ്പോൾ തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, ഇവിടുത്തെ ജോലിക്കാർ എല്ലാം വളരെ സന്തോഷത്തിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട എല്ലാം ചെയ്യുന്നുണ്ട്. റോഡിൻ്റെ ദുരിതങ്ങൾ വരികയാണെങ്കിലും അവരെ വണ്ടി വാഹനം പോയി അല്ലെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് ചളിപിടിയൊക്കെ ആകുകയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും ഒരു കുമാരേട്ടനായാലും രഞ്ജിത്താണെങ്കിലും ബിജു ആണെങ്കിലും ഇങ്ങനെ എല്ലാവരും വേണ്ടതുപോലെ ഞങ്ങൾക്കത് ഈ പ്രദേശവാസികൾക്ക് ചെയ്തു തരുന്നുണ്ട്. അത്രയും നല്ല നീറ്റായിട്ടാണ് ഞങ്ങളോട് പെരുമാറുന്നതും. ഞങ്ങൾക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ട് അവരെ കൊണ്ടുമില്ല. ഈ വരുന്ന പ്രദേശത്ത് വരുന്ന എല്ലാ എന്തൊക്കെയാണോ ഗവൺമെൻറ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊക്കെ ഞങ്ങളിവിടെ ഉൾപ്പെടുത്തിയിട്ടാണ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അറിവിലുള്ളത്. പുൽപ്പാറ സ്വദേശി സുഹേറാണ് നമ്മോടൊപ്പം ചേരുന്നത്. ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് പുൽപ്പാറ പ്രദേശത്ത് എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? പുൽപ്പാറ വലിയ മാറ്റങ്ങൾ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം മുതൽ ഇവിടെ ഒരു പ്ലാന്റേഷൻ ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ ചുറ്റുമായി താമസിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ സർക്കാർ ഏറ്റെടുത്തത് മുതൽ ഇവിടെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡ്, വഴി, പിന്നെ ദുരിതബാധിതയിൽപ്പെട്ട ആൾക്കാർക്ക് വീടുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ചുറ്റുമുള്ള പ്രദേശത്ത് എല്ലാവരും ഇതിന് സപ്പോർട്ടാണ്. പിന്നെ അടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്നും തൊട്ടടുത്ത് ദുരന്തബാധിതയിൽപ്പെട്ട ആൾക്കാരായാലും ശരി, അടുത്ത ജില്ലകളിൽ നിന്നായാലും ഒരുപാട് ആളുകൾ വന്ന് കാണുകയും ഇത് കണ്ട് നേരിട്ട് ബോധ്യപ്പെട്ട് അവർ എല്ലാം അടുത്ത മാസം കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഫിനിഷായി സർക്കാർ അവരിലേക്ക് നൽകുമെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ദുരിതബാധിതരായ മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ തങ്ങളുടെ പ്രദേശത്തേക്ക് വരുന്നതിനെ സ്വാഗതം ചെയ്യുകയാണ് പുൽപ്പാറ പ്രദേശവാസികളായ ഇബ്രാഹിമും സുഹേറും. ടൗൺഷിപ്പ് യാഥാർത്ഥ്യമായാൽ തങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഇരുവരും പ്രത്യാശ പ്രകടിപ്പിച്ചു. അശ്വതി KG, ന്യൂസ് 1 കൽപ്പറ്റ.